കർത്താവിൽ പ്രിയരെ, ദൈവ സാന്നിധ്യമുള്ള ഈ പുതിയ ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാണ്. കർത്താവ് എന്തെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും ആ വാക്കിൽ നിന്ന് പിന്മാറുകയില്ല. കാര്യസാധ്യത്തിനു വേണ്ടി ഏതെങ്കിലും നിലയിലൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കാണിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിലല്ല നമ്മുടെ കർത്താവ്. നമ്മെ സ്നേഹിക്കുകയും നമ്മെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 8-ാം വാക്യം വായിക്കട്ടെ. എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ഉപമയോടുകൂടിയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപന്റെ അടുക്കൽ പല നാളുകളായി നീതി തേടിയെത്തിയ ഒരു വിധവയായ സ്ത്രീ. ശങ്ക കൂടാതെ അവർ പിന്നെയും പിന്നെയും ആ ന്യായാധിപനെ സമീപിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കൈകൾ ശുദ്ധമായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ന്യായാധിപനെ സമീപിക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ന്യായാധിപന് ദൈവത്തെ ഭയമില്ലെങ്കിലും ഈ വിധവയായ സ്ത്രീക്ക് തീർച്ചയായിട്ടും ദൈവത്തെ ഭയമുള്ളവരും വിശ്വാസമുള്ളവരും തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കർത്താവ് പറയുന്നത്, ഇങ്ങനെയുള്ള ഈ ന്യായാധിപൻ പോലും ഒടുവിൽ ആ വിധവയ്ക്ക് ന്യായം പാലിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ അറിയണം. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി ഈ ഒരു കാര്യം നിങ്ങൾ അറിയാതെ പോകരുത്. അതായത് മനുഷ്യപുത്രൻ മടങ്ങി വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുന്ന ഒരു അനുഭവം ഉണ്ടാവണം. കാലങ്ങൾ കഴിയും തോറും വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. വിശ്വാസികളുടെ എണ്ണത്തേക്കാൾ ഉപരി അവരുള്ള വിശ്വാസമാണ് വർദ്ധിക്കേണ്ടത്. അത് കർത്താവ് അന്നേ അറിഞ്ഞിരുന്നു. മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് താൻ പറഞ്ഞത്, മനുഷ്യപുത്രൻ മടങ്ങി വരും, എന്നാൽ അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തണം. ഈ ലോക ജീവിതത്തിൽ തന്നെ നമ്മുടെ സ്വന്തം കാര്യങ്ങളിലെങ്കിലും ദൈവം പ്രവർത്തിക്കും എന്നുള്ള ഉറച്ച വിശ്വാസവും തികഞ്ഞ പ്രത്യാശയും നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തം വലിയതാണ്. കർത്താവിൽ പ്രസിദ്ധനായ ഒരു മെഡിക്കൽ മിഷണറി ആയിരുന്നു കഥകാരൻ കൂടിയായ ഡോക്ടർ പോൾ ഏണസ്റ്റ്. 70 കഴിഞ്ഞ മുത്തശ്ശി എല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. നടന്ന സംഭവമാണ് കഥയെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ രോഗനിർണയവും പരിചരണവും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ അസ്ഥികൾ വീണ്ടും യോജിക്കപ്പെട്ടു. എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ അവർ സൗഖ്യം പ്രാപിച്ചു. ഒടുവിൽ ഡോക്ടർ പറഞ്ഞു, നാളെ ഇവർക്ക് വീട്ടിൽ പോകാൻ പറ്റും. സാധുവായ ഈ സ്ത്രീക്ക് വളരെ സന്തോഷമായി. വീട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളും വളരെ ധൃതിയിൽ അവർ ചെയ്തു തുടങ്ങി. അന്ന് ഒരു ഞായറാഴ്ച ആയിരുന്നു. പതിവ് പോലെ ഈ വൃദ്ധയുടെ ഏകപുത്രി അമ്മയെ കാണാൻ ആസ്പത്രിയിൽ വന്നു. പിറ്റേ ദിവസം അമ്മയെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞപ്പോൾ അവൾ ഡോക്ടറോട് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, അമ്മയുടെ കാര്യത്തെപ്പറ്റി ഞാനും ഭർത്താവും ആലോചിച്ചു. വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിൽ അമ്മയെ കൊണ്ടുപോയി ആക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വെള്ളിടി വെട്ടുന്ന പ്രതീതിയോടെയാണ് ഈ സാധു സ്ത്രീ ഈ വാക്കുകൾ ശ്രവിച്ചത്. അവർക്ക് അപ്പോൾ മുതൽ എന്തെന്നില്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. ഡോക്ടർമാർ വേണ്ടതെല്ലാം ചെയ്തു. എങ്കിലും 24 മണിക്കൂറിനുള്ളിൽ അവർ ഈ ലോകത്തോട് തന്നെ യാത്ര പറഞ്ഞു. ഒടിഞ്ഞ അസ്ഥികൾ മുറികൂടുന്നതിന് പ്രകൃതി സഹജമായ ശക്തി അവരെ സഹായിച്ചു. എന്നാൽ മുറിവേറ്റ ഹൃദയത്തിന് ആശ്വാസം നൽകുന്നതിന് അല്ലെങ്കിൽ മുറിവുണക്കുന്നതിന് സഹായിക്കുന്ന സർവശക്തനായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുവാൻ അവർക്ക് കഴിയാതെ പോയി. വിശ്വാസം അർപ്പിക്കുവാൻ അവർക്ക് കഴിയാതെ പോയി. അതാണ് അവരെ മരണത്തിലേക്ക് നയിച്ചത്. അവർക്ക് ആകെ ആശ്രയമുണ്ടായിരുന്നത് ഏകപുത്രിയും അവരുടെ ഭർത്താവുമായിരുന്നു. അവരിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത, ഇങ്ങനെ ഒരു വാക്ക് ഇവർ പ്രതീക്ഷിച്ചേയില്ല. എന്നാൽ അവർ കൈവിട്ടപ്പോൾ, അല്ലെങ്കിൽ അവർ കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത ഒരു ദൈവം എനിക്കുണ്ട് എന്ന് വിശ്വസിപ്പാൻ അവർക്ക് കഴിയാതെ പോയി. ഈ വാക്കുകൾ ശ്രവിക്കുന്ന ഓരോരുത്തരോടുമായി ഞാൻ പറയുന്നു, ലോകത്തിൽ ഏതെല്ലാം നിലകളിൽ നിങ്ങൾ കഷ്ടമനുഭവിക്കേണ്ടി വന്നാലും, ആരെല്ലാം നിങ്ങളെ തിരസ്കരിച്ചാലും ഒറ്റപ്പെടുത്തിയാലും മറന്നു കളഞ്ഞാലും, നിങ്ങളെ മറക്കാത്ത, തിരസ്കരിക്കാത്ത, കൈവിടാത്ത ഒരു സർവശക്തനായ ദൈവം ഇന്നും ജീവിക്കുന്നു. പലരും നമ്മെ പെട്ടെന്ന് മറന്നു കളയുന്നത്, നമ്മെ തിരസ്കരിക്കുന്നത് നമ്മളെ കൊണ്ട് ഇനി അവർക്ക് വലിയ കാര്യമൊന്നും സാധിക്കാനില്ല അതുകൊണ്ട് മാത്രമാണ്. കാര്യസാധ്യത്തിന് വേണ്ടി ചക്കരെ, പൊന്നെ, തേനെ എന്നൊക്കെ വിളിക്കും. എന്നാൽ കാര്യസാധ്യം കഴിയുമ്പോൾ അവർ നമ്മളെ കറിവേപ്പില പോലെ എടുത്തുകളയും. ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നത് നമ്മിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടല്ല. അതുകൊണ്ട് ഏതു സാഹചര്യത്തിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പായി വിശ്വസിക്കുക. നമ്മുടെ ആരോഗ്യത്തിലും നന്മയിലും ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് കർത്താവ് തന്നെയാണ്. നമ്മൾ രോഗികളായി കിടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
നമ്മെ സൗഖ്യമാക്കുവാനാണ് കർത്താവ് പദ്ധതിയിടുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാൾ ഒരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ അത്ഭുതകരമായ മഹാശക്തി അവരിൽ കുടികൊള്ളുന്നു എന്ന് അവർ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശ്വസിക്കുമ്പോൾ വൈദ്യന്മാർക്ക് കഴിയാത്ത, വൈദ്യശാസ്ത്രത്തിന് കഴിയാത്ത സൗഖ്യം നമുക്ക് പ്രദാനം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. സർവശക്തനായ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. അങ്ങയിൽ ആഴമായി വിശ്വസിച്ച് അധികം പ്രത്യാശയോടെ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.